ഇന്ന് റിയാദിൽ വീക്കിലി മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പുകളിൽ നിന്ന് സാധനം പോവാത്തതിൻ്റെ കാരണങ്ങൾ, അത് ഓരോരുത്തർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തർ മനസ്സിലാക്കിയ കാരണങ്ങൾ, ഏകദേശം ഒരു 12ഓളം പോയിൻ്റാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എഴുതി വെച്ചത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ സെയിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് മാർക്കറ്റിംഗ് ബാഡ്, അതുപോലെ തന്നെ ലെസ് ഡിമാൻഡ്. മാർക്കറ്റിംഗ് ബാഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റിൽ കച്ചവടം നടക്കണില്ല എന്നുള്ള ആ ഒരു ഇപ്പോഴത്തെ ക്രൈസിസും കാര്യങ്ങളൊക്കെ, അതിന് പ്രത്യേകിച്ച് നമ്മൾ കാരണം കണ്ടെത്താനൊന്നുമില്ല. അതിന് നമ്മൾ പ്രാർത്ഥിക്കുക അത് റെഡി ആവാൻ. പിന്നെ അതേപോലെ ലെസ് ഡിമാൻഡ്, നമ്മളിപ്പോൾ ഈ മറ്റേ ലോക്കൽ ബതുക്കളൊക്കെ ഉള്ള ഏരിയകളിൽ നമ്മൾ വലിയ RHPs അതല്ലെങ്കിൽ കൂടുതൽ എമൗണ്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുപോയി കൊടുത്തില്ല, എന്തായാലും അവിടെ നിന്ന് മൂവ് ആവില്ല. അപ്പോൾ അതിന് പകരം ഇനിയിപ്പോൾ 1 HP കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പംസോൻ്റെ മറ്റൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് മൂവ് ആക്കാൻ, അതല്ലെങ്കിൽ അവിടെയുള്ള കൂടുതൽ എമൗണ്ടിൻ്റെ ഇത് റിട്ടേൺ ചെയ്തിട്ട് ലെസ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ആയിട്ടുള്ളത്, മാർക്കറ്റിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഷോപ്പുകളിൽ തന്നെ കുറഞ്ഞ പ്രൈസിന് സാധനം കിട്ടാണ്ട് എന്നുള്ള ആ ഒരു കണ്ടീഷന്. അപ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്, നമ്മളെ സർവീസ് അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട്, അതേപോലെ നമ്മൾ ചെയ്യുന്ന സർവീസ് വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ട് അതിനെ മറികടക്കാൻ പറ്റുന്നുള്ള ഒരു വിധം മറികടക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് മെയ്ഡ് ഇൻ ചൈന, നമ്മുടെ പ്രൊഡക്റ്റൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മുടെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചേഴ്സ്, ക്വാളിറ്റി, അതേപോലെ നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അതിനൊരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെയ്ഡ് ഇൻ ചൈന ഒരു വിഷയമായി വരില്ല എന്നുള്ള ഒരു പ്രതീക്ഷ. പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് ബാഡ് ട്രാക്ക് റെക്കോർഡ്, അതായത് അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് PS4Cക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള പ്രൊഡക്റ്റിനൊക്കെ ബാധിച്ചുകൊണ്ട് ഉള്ളതാണ്. അപ്പോൾ ഈ PS4C ഇപ്പോൾ ലിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ലിയോൻ്റെ നമ്മളെ പഴയ PS4Cയും ബോർഡ് നമ്മളെ പഴയ PS4C ലിയോൻ്റെ ബോർഡാണിത്. അപ്പോൾ അത് നമ്മൾ നമ്മൾ റിട്ടേൺ കൊടുത്ത കംപ്ലയിൻറ്റ് പീസ് നമ്മുടെ ഗോഡൗണിലുണ്ടെങ്കിൽ അത് ഓരോന്ന് നമ്മൾ കയ്യിലല്ല വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഒരു മാറ്റം കാണിച്ചു കൊടുക്കാൻ പറ്റും. അതായത് നമ്മളെ പുതിയ ലിയോൻ്റെ ബോർഡാണ്, ഉള്ളിൽ വരുന്ന ബോർഡാണ്. അപ്പോൾ ഇത്ര ഏകദേശം പകുതിയോളം ഡിഫറെൻ്റ് അതിൻ്റെ ഒരു വലുപ്പത്തിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നല്ലതാക്കി അതല്ലെങ്കിൽ ചേഞ്ച് വരുത്തി എന്നുള്ളത് നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലത് നമ്മൾ വണ്ടിയിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകൂടി നന്നാവും. അപ്പോൾ ഈ ഒരു വിഷയം, ഈ നമ്മളെ പഴയ സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നുള്ള വിഷയം ഒരു വിധം നമുക്ക് അതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ അഞ്ചാമത്തായിട്ടുള്ളത് ക്വാണ്ടിറ്റി സ്റ്റോക്ക്, അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് ചെന്നാൽ അവിടെ ഒരു പീസ് അല്ലെങ്കിൽ 2 പീസ് അത് ഏതെങ്കിലും മൂലക്കിൽ, നമുക്കൊക്കെ ഉള്ള അനുഭവമാണ്, നമ്മുടെ ചില കടകളിലൊക്കെ ഒരു ഏതെങ്കിലും മൂലക്കിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളൊരു 2-3 എക്സ്ട്രാ ചെയ്തിട്ട് അത് ഒരു 4-5 പീസായിട്ട് ഇങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് മറ്റൊന്നിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ കാണുമ്പോൾ ഒരു പക്ഷേ വരുന്ന കസ്റ്റമറും അതിനോടൊരു ഇത് തോന്നിയിട്ട് ഇതോടെ കൂടുതൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റാന്ന് തോന്നിയിട്ട് അത് വാങ്ങാനും, അതുപോലെ തന്നെ കൂടുതൽ സ്റ്റോക്ക് കാണുമ്പോൾ നമ്മുടെ കടക്കാർ അത് ഏറ്റവും പെട്ടെന്ന് വിറ്റ് തീർക്കാനും ശ്രമിക്കും എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൻ്റെ. പിന്നെ ആറാമത്തെ പ്രൊമോഷൻ, അത് നമ്മളെല്ലാ മീറ്റിങ്ങിലും ചർച്ച ചെയ്യുന്നതാണ് പ്രൊമോഷൻ്റെ വിഷയം. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് വലിയൊരു പ്രൊമോഷൻ നമ്മളിപ്പോൾ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് കൊടുത്തത് ഒരു ടീഷർട്ട് എന്നുള്ള സംഭവമാണ്. നേരെ മറിച്ച് നമ്മൾ ഇടയ്ക്ക് പെന്ന്, ഡയറി, അതേപോലെ ക്യാപ്പ്, അങ്ങനത്തെ ഒക്കെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഒരു കൂടുതൽ ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം വരുന്നത് ക്വാളിറ്റി എന്നുള്ള കാര്യമാണ്. മറ്റു കമ്പനികൾ കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ, അപ്പോൾ അവരത് കൂടുതൽ വിൽക്കാനും സാധ്യതയാണ്.
സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾ കൊടുക്കുമ്പോൾ നമ്മളതൊന്നും ചവിട്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ മറ്റുള്ള കമ്പനികളൊക്കെ ചെയ്യുന്നത് ഒരു ക്യാപ്പ്, അതേപോലെ പെന്ന് ഇതൊക്കെ ആയിട്ട്, അതേപോലെ ഇപ്പോൾ നമ്മളെ ഈ ന്യൂ ഇയർ ആയിട്ടുള്ള കലണ്ടർ ഇതൊക്കെ ഇവർ ചെയ്യുമ്പോൾ അതൊക്കെ സംഭവം ചെറുതാണെങ്കിലും ഇവരിങ്ങനെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ അവരെ സാധനം കൂടുതൽ വെക്കാൻ വേണ്ടി കടക്കാർ ശ്രമിക്കും. നേരെ മറിച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാധനം കൂടുതൽ മൂവിങ് ആകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം. അതേപോലെ ക്വാളിറ്റി എന്നുള്ളതാണ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. നമ്മൾ ഓരോ ക്ലാസ്സിലും കേട്ടതാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ക്വാളിറ്റിയിലെല്ലാം പെടും. സർവീസും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ക്വാളിറ്റി പരിചയപ്പെടുത്തിയാൽ അതും ഒരു പോയിൻ്റാണ്. പിന്നുള്ളത് ഫ്യൂച്ചേഴ്സ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സ്. അത് നമ്മളെ മോട്ടറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രാസ് ഇൻസേർട്ട്, അതേപോലെ അതിൻ്റെ കോപ്പർ കേബിള്, അതേപോലെ നമ്മളെ ഫ്ലോട്ട് സ്വിച്ച്, ഓട്ടോമാറ്റിക്കിൻ്റെ 30 ആംപിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ ഒരു പക്ഷേ നല്ല മൂവിങ് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ ഉള്ളത് നമ്മളെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ റീപ്ലേസ്മെൻറ്റ് നമ്മൾ ആഴ്ചയിൽ വരും എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഓട്ടോമാറ്റിക് കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് റിട്ടേൺ ചെയ്ത ആ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും ഒന്നും കൂടി ഉഷാറാവും. പിന്നെയുള്ള മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞത് റിലേഷൻഷിപ്പാണ്. അതായത് നമ്മൾ കടക്കാരായിട്ട് കൂടുതൽ ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ നമ്മളെ മൈൻഡ് ചെയ്യാനോ നമ്മുടെ സാധനങ്ങൾ വെക്കാനോ ഒരു ശ്രമിക്കില്ല. നേരെ മറിച്ച് നമ്മുടെ വേറൊരു കസ്റ്റമർ നമ്മൾ അതേ പ്രൊഡക്റ്റായിട്ട് വേറെ ആൾ വരുമ്പോൾ അവരായിട്ട് ഭയങ്കര ബന്ധം കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സാധനം കൂടുതൽ ചിലവാകും. ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം കൂടുതൽ ചിലവാകും. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പേര് പഠിക്കുക, അതേപോലെ അവരായിട്ട് വാട്സപ്പ് വഴിയൊക്കെ കോൺടാക്ട് ചെയ്ത് വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു വലിയൊരു റിലേഷൻഷിപ്പ് ആവും എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ്. പിന്നെ ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ്, അതിപ്പോൾ നമ്മളെ പ്രൊഡക്റ്റൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചിട്ടതാണെങ്കിൽ അതൊക്കെ ഒരു സ്ഥലത്തേക്ക് അടുക്കി വെച്ചിട്ട് നമ്മൾക്ക് തോന്നുന്ന ഒരു ഡിസ്പ്ലേ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്താൽ ഒരു പക്ഷേ കടക്കാർക്കും നമ്മളത് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവും, വരുന്ന കസ്റ്റമർക്ക് അത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ള ആ ഒരു പോയിന്റ്. പിന്നെ ലാസ്റ്റത്തെ പോയിന്റായിട്ട് ഒരുപാട് പോയിന്റുകൾ ഇനിയുണ്ട്, പക്ഷെ ഇത് നമ്മൾ കണ്ടെത്തിയ പ്രധാന പോയിന്റുകളാണ്. ലാസ്റ്റത്തെ ഇതായിട്ട് ഡിസ്കൗണ്ട് ഉള്ള നമ്മുടെ പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് ഇപ്പോൾ വില കുറച്ചതടക്കം ഉള്ള കാര്യങ്ങൾ, അതുപോലെ ഇപ്പോൾ 6+1 5+1 അങ്ങനത്തെ ഓഫർ കാര്യങ്ങളൊക്കെ നമ്മൾ കടക്കാർ പരിചയപ്പെടും. പക്ഷെ അവർക്കൊന്നും അറിയില്ലേക്കാം. അതൊക്കെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മുടെ അതേപോലെ തന്നെ നമ്മളിതുവരെ അവിടെ ചെയ്യാത്ത പ്രൊഡക്റ്റ്, ഫ്ലോട്ട് സ്വിച്ച് ഒന്നും ചിലപ്പോൾ ചില കടകളിൽ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പ്രൊഡക്റ്റും അതിൻ്റെ 10% ഡിസ്കൗണ്ടും കഴിച്ചിട്ടുള്ള റേറ്റൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്താൽ ഒരു പക്ഷേ ഇൻഷാല്ലാ നമ്മുടെ സെയിൽ ഉഷാറാവും എന്നുള്ള ഒരു ഇതുണ്ട്. കമ്പനി പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്ന് ഉദ്ദേശിക്കുന്നു. ഇൻഷാല്ലാ എല്ലാവരും ശ്രമിക്കുക, തീർച്ചയായിട്ടും സക്സസ് ആവട്ടെ. അസ്സലാമു അലൈക്കും.